ദുബായിലെ ദീപാവലി ആഘോഷരാത്രിക്ക് കറുപ്പ് ചാർത്തിക്കൊണ്ട് മലയാളികൾ അടക്കമുള്ള പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയായിരുന്നു വൈഷ്ണവ് കൃഷ്ണകുമാറിൻ്റേത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവപ്രതിഭയുടെ ഹൃദയാഘാതം മൂലമുള്ള മരണം കേവലം ഒരു കുടുംബത്തിന്റെ മാത്രം ദുരന്തമായി ഒതുങ്ങിയില്ല. മറിച്ച് പറന്നുയരാൻ തയ്യാറെടുത്ത ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ വീണ ഇരുണ്ട നിഴലായി മാറി. വൈഷ്ണവിന്റെ ജീവിതം, നേട്ടങ്ങൾ, അകാലത്തിലുള്ള വിടവാങ്ങൽ എന്നിവ നൽകുന്ന പാഠങ്ങളും അത് പ്രവാസ ലോകത്തും നാട്ടിലും ഉണ്ടാക്കിയ വികാരപരമായ പ്രത്യാഘാതങ്ങളും വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വൈഷ്ണവ് കൃഷ്ണകുമാർ എന്ന പേര് വെറും ഒരു വിദ്യാർത്ഥിയുടെ പേരല്ല. അത് അർപ്പണബോധത്തിന്റെയും അസാമാന്യ പ്രതിഭയുടെയും വിജയഗാഥയുടെയും പര്യായമായിരുന്നു. മാവേലിക്കര ചെന്നിത്തല സ്വദേശിയായ ഈ യുവാവ് ദുബായിലെ പ്രവാസി മലയാളി സമൂഹത്തിന് എന്നും അഭിമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ അക്കാദമിക് മികവ് എത്രത്തോളം വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2024 CBSE +2 പരീക്ഷയിലെ 97.4% മാർക്ക് മാത്രം മതി. എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് എന്ന അത്യപൂർവ നേട്ടം കരസ്ഥമാക്കിയ അദ്ദേഹം മാർക്കറ്റിംഗ് എന്റർപ്രണർഷിപ്പ് വിഷയങ്ങളിൽ 100-ൽ 100 മാർക്ക് നേടിയിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വിഷയങ്ങളോടുള്ള ആഴത്തിലുള്ള താല്പര്യത്തെയും പ്രാവീണ്യത്തെയും എടുത്തു കാണിക്കുന്നു. പരീക്ഷാഫലം മാത്രം മാനദണ്ഡമാക്കിയല്ല വൈഷ്ണവിനെ സമൂഹം അടയാളപ്പെടുത്തുന്നത്. അക്കാദമിക് രംഗത്തെ ഈ ഉന്നത വിജയം അദ്ദേഹത്തിന് UAE ഗോൾഡൻ വിസ നേടിക്കൊടുത്തു എന്നതും ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ദുബായിലെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിരുന്നു ഇത്.